ഹായ് മക്കളെ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ഇപ്പോഴത്തെ ഒരു വലിയ ടെൻഷൻ എന്ന് പറയുന്നത് മിസ് എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, എങ്ങനെ പഠിക്കണം, എത്ര രീതിയിലുള്ള ചോദ്യങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല അല്ലേ. ഈ സിറ്റുവേഷനിൽ നിൽക്കുന്ന നിങ്ങളോട് തന്നെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഡൗട്ട്സുകൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതും ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചാൽ മതി. നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് നമ്മുടെ 9ാം ക്ലാസ്സിലെ ബയോളജിയിൽ എത്ര ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട് എന്നാണ്. നമുക്ക് മൊത്തത്തിൽ നമ്മുടെ ബയോളജിയിൽ ആകെ മൊത്തം 6 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. പക്ഷേ ക്രിസ്മസ് എക്സാമിന് നമുക്ക് 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതായത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് വരെ പഠിക്കാനുണ്ട്. അതിൽ സൈഗോട്ട് ഫോർമേഷൻ, എംബ്രിയോ ഡെവലപ്മെൻറ്റ് വരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഏറ്റവും കൂടുതൽ ഫോക്കസ്ഡ് കൊടുക്കേണ്ട ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? നമ്മുടെ ബയോളജിയിൽ നമ്മൾ ഓരോ ചാപ്റ്ററിലും ഡിഫറെൻറ്റ് ലൈഫ് പ്രോസസ്സും സിസ്റ്റംസ് ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് റെസ്പിറേറ്ററി സിസ്റ്റം, അതുപോലെ എക്സ്ക്രീറ്ററി സിസ്റ്റം, നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സിൽ നമ്മൾ സ്കെലിറ്റൽ സിസ്റ്റം പഠിക്കുന്നുണ്ട്, മസ്കുലർ സിസ്റ്റം പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ബോഡീനെ തന്നെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ക്ലാസ്സിൽ ബയോളജിയിൽ പഠിക്കുന്നത്. അപ്പോൾ ക്രിസ്മസ് പരീക്ഷയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ 3ാമത്തെയും 4ാമത്തെയും ചാപ്റ്ററാണ്. അതായത് നമ്മുടെ ബിഹൈൻഡ് മൂവ്മെൻറ്റ്സ് ചാപ്റ്ററിൽ നമ്മൾ മസ്കുലർ സിസ്റ്റം, സ്കെലിറ്റൽ സിസ്റ്റം, എല്ലാ തരത്തിലുള്ള ഡിസോർഡേഴ്സ്, പ്ലാൻ മൂവ്മെൻറ്റ്സ് ഇതൊക്കെ പഠിക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കണം. ഓരോ ലൈൻ ബൈ ലൈൻ 1 മാർക്ക് 2 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്, ആൻഡ് ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസും. ഇനി 3ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമ്മുടെ റെസ്പിറേഷനും എക്സ്ക്രീഷനുമാണ് നല്ല രീതിയിൽ വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്ററാണ്. നമുക്കവിടെ ആൽവിയോളൈൻ്റെ സ്ട്രക്ചർ പഠിക്കാനുണ്ട്. എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നെഫ്രോണിൻ്റെയും കിഡ്നീൻ്റെയും സ്ട്രക്ചർ പഠിക്കാനുണ്ട്. അപ്പോൾ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കുറേ നിങ്ങൾക്ക് ഈ 2 ചാപ്റ്ററിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാം. ഇനി ലാസ്റ്റ് പറഞ്ഞ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, അതിൽ വളരെ കുറച്ച് ഭാഗമേ നമുക്ക് പഠിക്കാനുള്ളൂ. കൂടുതലായിട്ടും നിങ്ങളുടെ അഡോളസെന്റ് പ്യൂബർട്ടി പീരീഡിലുള്ള ചേഞ്ചസ്, ഇനി എങ്ങനെയാണ് സൈഗോട്ട് ഫോർമേഷൻ നടക്കുന്നത്, അതിലെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ ചാൻസ് ഉള്ളത് ക്രിസ്മസിന്. ഇനി ഓണപരീക്ഷയുടെ ചാപ്റ്റർ പഠിക്കണോ മിസ്സേ, അത് വെറുതെ നോക്കിപ്പോയാൽ മതിയില്ലേ? ഇതല്ലേ നിങ്ങളുടെ ഡൗട്ട്? എങ്കിലും ഏകദേശം നമുക്ക് 20-25% ആദ്യത്തെ 2 ചാപ്റ്ററിൽ നിന്ന് വരും. അപ്പം ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈസി മോഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് ആ ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ ആ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങൾ എന്തായാലും നമ്മൾ നോക്കിയിട്ട് പാഠങ്ങൾ പഠിച്ചിട്ട് തന്നെ പോകാവുള്ളൂ. പക്ഷേ ഫോക്കസ് കൊടുക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ ചാപ്റ്റേഴ്സിൽ തന്നെയാണ്. ഇനി നമുക്കറിയാം 1 മുതൽ 4 മാർക്കിന് വരെ വെയിറ്റേജിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാണ്, പഠിക്കേണ്ടത് എങ്ങനെയാണ്? നിങ്ങൾ ഏത് കോൺസെപ്റ്റ് പഠിക്കുമ്പോഴും ചെറിയ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി ഫ്ലോ ചാർട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നത് മിസ് എപ്പോഴും പറയുന്നതാണ്. കാരണം ബയോളജി അങ്ങനെ എഴുതി പഠിച്ചാലേ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് അത് റിവൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡയഗ്രാംസ് നിങ്ങൾ വരയ്ക്കാൻ പഠിക്കണം. കാരണം റീഡ്രൂ ചെയ്യുന്നതിന് 1 മാർക്ക് ഉള്ളതാണ്. 4 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ചോദ്യം വരയ്ക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ റീഡ്രൂ ചെയ്യാൻ ചോദിക്കാം. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തായാലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഡയഗ്രാമും ലേബൽ ചെയ്യാൻ മറന്നു പോകരുത്. അത് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഒരു ദിവസം അതിനുവേണ്ടി ഇരുന്ന് ഡയഗ്രാംസ് മാത്രമായിട്ട് പഠിക്കാനിരിക്കാം. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഓരോ പ്രോസസ്സുകൾ നിങ്ങൾ പഠിക്കുമ്പോഴും അതൊരു ഫ്ലോ ചാർട്ടായിട്ട് പഠിക്കാം. നമ്മൾ ലൈവിൽ തന്നെ അങ്ങനെയാണ് ഡിസ്കസ് ചെയ്തത്. എങ്ങനെയാണ് യൂറിൻ ഫോം ചെയ്യുന്നത് നമ്മൾ ഫ്ലോ ചാർട്ടായിട്ട് പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതെന്ന് നമ്മൾ ഫ്ലോ ചാർട്ടായിട്ട് പഠിച്ചിട്ടുണ്ട്. ആ ഫ്ലോ ചാർട്ടിലൂടെ തന്നെ പഠിക്കാം. ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ നീഞ്ച ബാച്ചിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ നീഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്ന് മിസ് സീരിയസ് ആയിട്ട് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഇനി എൻ ഗെയിം ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റിവിഷൻ ആണ് ഇനി കംപ്ലീറ്റ് നമ്മുടെ ഫോക്കസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെയുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ, കഴിഞ്ഞ വർഷം സിലബസ് മാറിയതുള്ള ഫസ്റ്റ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, ഇതൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ റിവിഷൻ നടത്തും. കൂടാതെ ഒരു മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യും. ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മുടെ നീഞ്ച ബാച്ച്. വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. അടിപൊളിയായിട്ട് പഠിക്കാം. സമയം വൈകി എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ അത് വിചാരിച്ച് ടെൻഷൻ അടിക്കുകയല്ല വേണ്ടത്. നമ്മൾ ഇനി അങ്ങോട്ട് ഫോക്കസ് ചെയ്ത് സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മുടെ സബ്ജക്റ്റ് നമ്മൾ നോളജ് അക്വയർ ചെയ്യുക. മാക്സിമം എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിക്കാൻ പോവാണ്. അപ്പോൾ ബയോളജി ഇപ്രാവശ്യം A+ വേണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്തോളാം. ഇനി കൂടുതൽ ഡൗട്ട്സ് ഒക്കെ നമുക്ക് വരുന്ന വീഡിയോസിലൂടെ ഒക്കെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ചാനൽ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, എപ്പോഴും ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. കൂടുതൽ കാര്യങ്ങളൊക്കെ ആയിട്ട് മിസ് വീണ്ടും വരുന്നതാണ്. സോ ഓൾ ദ വെരി ബെസ്റ്റ്.